ഇത് മനസ്സിലാക്കി വെക്കുക. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചോദിച്ചാൽ ആദ്യ ത്രികോണത്തിൻ്റെ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ്. അതായത് 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടും. ആ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ് ചോദിച്ചേക്കുന്നത്. ABC എന്നുള്ള ത്രികോണം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് ഓർക്കുക, ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് ആദ്യ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. ആദ്യ ത്രികോണത്തിൻ്റെ ചുറ്റളവ് അതായത് 3 കൂടെ കൂട്ടിയാൽ മതി. A+B+C, അതായത് അതിൻ്റെ പകുതിയാണ്. മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 3 കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. ആദ്യ ത്രികോണത്തിൻ്റെ ചോദിച്ചെങ്കിൽ 3 കൂടെ കൂട്ടുക. ഇവിടെ 8+10+6/2, അതായത് 24/2 12 സെൻറ്റിമീറ്റർ വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചോദിച്ചാൽ ആദ്യ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതി. ഏതൊരു ത്രികോണത്തിൻ്റെയും ചുറ്റളവ് ചോദിച്ചാൽ 3 സൈഡും കൂടെ കൂട്ടുക. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 8+10+6/2 മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന ത്രികോണത്തിന് ചോദിച്ചാൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുമ്പോൾ 12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം.